ഈഗോയിസ്റ്റിക് പേഴ്സണാണ്. അവൻ വിചാരിച്ച കാര്യങ്ങൾ നടക്കണം. അങ്ങനെ ഒരു വിലവരാതി. അതെനിക്ക് എന്താണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നത് എനിക്ക് അറിയത്തില്ല. ഈ ഒരു ക്യാരക്ടർ എൻ്റെ ഭദ്രമായിരിക്കുമെന്ന് പലതവണ പറഞ്ഞപ്പോൾ ഈ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. 21 ഗ്രാംസിലെ നിഖിൽ നാരായൺ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിനീഷ് എൻ്റെ പ്രൊഡ്യൂസർ, ഡയറക്ടർ, റൈറ്റർ, പിന്നെ അനുപെട്ടോട് വിളിക്കുന്നത്. ഈ 21 ഗ്രാംസ് കഴിഞ്ഞതിന് ശേഷം ഒരു നെക്സ്റ്റ് ഒരു പടം പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടെ വീട്ടിൽ നിന്ന് കാക്കനാട് വില്ലേന്ന് ഇറങ്ങാതായി. വിവിയനയ്ക്ക് ബാംഗ്ലൂർ പോകുമ്പോൾ ഞാൻ ബാംഗ്ലൂരിലേക്ക് വിളിക്കും, ഫ്രീ ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. അങ്ങനെ ഈ കഥയുടെ തുടക്കം മുതലുണ്ട്. കഥയുടെ തുടക്കം മുതൽ ഓരോ ക്യാരക്ടേഴ്സിനെ പറ്റി പറയുമ്പോഴൊക്കെ എന്നോട് അറിയാതെ പറഞ്ഞു, ഇതിൽ ചിലപ്പോൾ ഈ റോണി ആയിരിക്കും ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ പലതവണ പല കാസ്റ്റ് മാറി. പല ആൾക്കാർ നമ്മുടെ പടത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഡിസ്കഷനിലൊക്കെ വന്നപ്പോഴും റോണി ഒഴിച്ച് ബാക്കി എല്ലാ കാര്യവും ഞാൻ പുതിയ ആൾക്കാരെ സജസ്റ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നു. റോണി ഞാൻ ആർക്കും വിട്ടുകൊടുത്തില്ല. അങ്ങനെ ചോദിച്ചു വാങ്ങിച്ച വേഷമാണ്.